നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഈ ക്ലാസ്സുകളെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഫാക്ട് 38ാമത് ദേശീയ ഗെയിംസിനെ കുറിച്ചാണ്. 2025 നടന്നത് 38ാമത് ദേശീയ ഗെയിംസ് ആണ്. വേദി എവിടെയായിരുന്നു അല്ലെങ്കിൽ എവിടെയാണ് നടന്നത്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് 38ാമത് ദേശീയ ഗെയിംസ് നടന്നത്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മൗളിയാണ് 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം. വേദി ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. ഇനി 38ാമത് ദേശീയ ഗെയിംസിന്റെ പ്രദർശന ഇനങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ചോദിച്ചാൽ കളരിപ്പയറ്റ്, യോഗാസന, റാഫ്റ്റിംഗ്, മല്ലാഖമ്പ് എന്നിവയായിരുന്നു 38ാമത് ദേശീയ ഗെയിംസിന്റെ പ്രദർശന ഇനങ്ങൾ. അപ്പൊ 38ാമത് ദേശീയ ഗെയിംസിന്റെ പ്രദർശന ഇനങ്ങൾ എന്തെല്ലാമായിരുന്നു? കളരിപ്പയറ്റ്, യോഗാസന, റാഫ്റ്റിംഗ്, മല്ലാഖമ്പ്. ഓക്കെ, അപ്പൊ ദേശീയ ഗെയിംസിനെ പറ്റിയുള്ള ഇത്രയും ഫാക്ട്സ് ഒന്ന് ഓർക്കുമല്ലോ. എത്രാമത് ദേശീയ ഗെയിംസ് ആണ് 2025 നടന്നത്? 38ാമത് ദേശീയ ഗെയിംസ് ആണ്. എവിടെയാണ് നടന്നത്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് നടന്നത്. ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു? മൗളിയായിരുന്നു. എന്തൊക്കെയായിരുന്നു പ്രദർശന ഇനങ്ങൾ എന്ന് ചോദിച്ചാൽ കളരിപ്പയറ്റ്, യോഗാസന, റാഫ്റ്റിംഗ്, മല്ലാഖമ്പ്. അടുത്തത് 2025 67ാമത് കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെ? തിരുവനന്തപുരം. 2025 67ാമത് കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. അപ്പൊ കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന കേരള സംസ്ഥാന സ്കൂൾ കായികമേള 2024 നടന്നത് എവിടെയാ? കൊച്ചിയിലാണ് 2024 നടന്നത്. ഓവറോൾ ചാമ്പ്യന്മാരായത് ഏത് ജില്ല എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ് ഓവറോൾ ചാമ്പ്യന്മാരായത്. ഇനി അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ഏത് ജില്ല എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയാണ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത്. 2025 67ാമത് കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് നടക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ് നടക്കുന്നത്. കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന കേരള സംസ്ഥാന സ്കൂൾ കായികമേള 2024 നടന്നത് എവിടെ? കൊച്ചിയിലാണ് നടന്നത്. ഓവറോൾ ചാമ്പ്യന്മാരായത് ഏത് ജില്ല? തിരുവനന്തപുരം ജില്ല. അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ഏത് ജില്ല? മലപ്പുറം ജില്ല. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും ഫാക്ട്സ് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് മാസം 21 ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പ്രിലിംസ് കിട്ടുമോ കിട്ടത്തില്ലേ, അത് വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ ടൈം തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. പഠിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ എന്ത് പഠിക്കുന്നു അത് ഏതെങ്കിലും ഒരു ദിവസം നമുക്കത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസ്, അതുപോലെ ലാബ് അസിസ്റ്റന്റ് മെയിൻസ്, ഫയർമാന്റെ പരീക്ഷ, അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ, ഇനി വരാനിരിക്കുന്ന കമ്പനി എൽജിഎസ്, ബെഫ്കോ LD, VFA, അതുപോലെ ജനറൽ PSC പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് ഞാൻ ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ കോഴ്സും നിങ്ങൾക്ക് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും കേട്ടോ. അപ്പൊ സെക്രട്ടേറിയറ്റ് ഒയുടെ പരീക്ഷ ഡേറ്റ് മറക്കണ്ട, മെയ് മാസം 21. ഇപ്പോഴേ തീവ്രമായിട്ട് പഠിക്കുക. ജോലി സാധ്യത ഉറപ്പിക്കാവുന്ന പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് OA. പിന്നെ നടക്കാതിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് എല്ലാ കോഴ്സുകളും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ കോഴ്സുകളിലും ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പുതിയ SCRT, പഴയ SCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ്
ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK, അതുപോലെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അടക്കമാണ് ഞാൻ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആപ്പിൽ ജോയിൻ ചെയ്യാം, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അഡ്മിഷൻ ഓപ്പൺ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്ട്ലി ചാറ്റ് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. ഓക്കെ, അപ്പോ ബാക്കി പോയിന്റിലേക്ക് വരാം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയെ കുറിച്ചാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കളിവെള്ളം തുഴയുന്ന ഒരു നീല പൊന്മാനായിരുന്നു. കളിവെള്ളം തുഴയുന്ന നീല പൊന്മാനായിരുന്നു 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം. നീലു എന്ന നീല പൊന്മാൻ, നീലു എന്ന നീല പൊന്മാൻ. ഈ ഭാഗ്യ ചിഹ്നം വരച്ചത് ഒരു വനിതയാണ്. ആ വനിതയുടെ പേരാണ് KV ബിജിമോൾ. KV ബിജിമോൾ ആണ് നീലു എന്ന നീല പൊന്മാന്റെ ഭാഗ്യ ചിഹ്നം വരച്ചത്. അപ്പൊ ഇങ്ങനെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം വരയ്ക്കുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ആര്? KV ബിജിമോൾ. ഇനി 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളായതോ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കളായത്. തുടർച്ചയായി 5ാം തവണയാണ് ഈ കാരിച്ചാൽ ചുണ്ടൻ എന്ത് ചെയ്യുന്നത്? കപ്പ് നേടുന്നതെന്ന് ഓർക്കുക. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ആത്മകഥയാണ് വിറ്റ്നസ് എന്ന ആത്മകഥ. വിറ്റ്നസിന്റെ മലയാളം എന്താണ്? സാക്ഷി. അപ്പൊ ഇത് ആരുടെ ആത്മകഥയാണെന്ന് ഓർക്കുക? സാക്ഷി മാലിക്, ഗുസ്തി താരം, ഇന്ത്യൻ വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥ. 2024 പുറത്തിറങ്ങിയ ആത്മകഥയാണ് ഏത്? വിറ്റ്നസ് എന്ന ആത്മകഥ. വിറ്റ്നസ് എന്ന ആത്മകഥ ആരുടെ ആത്മകഥയാണ്? സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ്. 2024 ടൈം മാഗസിൻ പുറത്തിറക്കിയ 100 ലോകത്തിലെ സ്വാധീനം ചെലുത്തിയവരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് ആര്? സാക്ഷി മാലിക്. കൂടാതെ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം, ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കൂടിയാണ് ആര്? സാക്ഷി മാലിക്. സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേരെന്താണ്? വിറ്റ്നസ് എന്നതാണ് ആത്മകഥ. അപ്പൊ ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമൻ ആരാണ്? D ഗുഗേഷ് എന്ന ദൊമ്മരാജു ഗുഗേഷ്. ദൊമ്മരാജു ഗുഗേഷിന് എന്ത് ലഭിച്ചു? 2025 കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഖേൽരത്ന പുരസ്കാരം. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ലോക ചെസ് ചാമ്പ്യൻ ആണ് ആര്? D ഗുഗേഷ്. ഇനി 2024 മികച്ച 2020 താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്ററാണ് അർഷ്ദീപ് സിംഗ്. അർഷ്ദീപ് സിംഗ് ആയിരുന്നു 2024 മികച്ച 2020 താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരം ആര്? ജസ്പ്രീത് ബുംറയാണ്. അപ്പൊ ICC 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച ടെസ്റ്റ് താരം, ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറ. അതുപോലെ മികച്ച വനിതാ ഏകദിന താരമായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? സ്മൃതി മന്ദാനയെയാണ്. സ്മൃതി മന്ദാന മികച്ച വനിതാ ഏകദിന താരം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത ഫാക്ട്, ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ഗതിനിർണയ സംവിധാനം NVS-02 വിജയകരമായി. NVS-02 വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിൽ നിന്നാണ്? GSLV F-15. GSLV F-15 റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഗതിനിർണയ സംവിധാനമായ NVS-02 വിക്ഷേപിച്ചത്. ഈ വിക്ഷേപണം വിജയകരമായത് 2025 ജനുവരി മാസം 29-നാണ്. 2025 ജനുവരി മാസം 29-ന് അഹമ്മദാബാദ് സ്പേസ് സെന്റർ വികസിപ്പിച്ച റുബിഡിയം അറ്റോമിക് ക്ലോക്കും ഇതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. റുബിഡിയം അറ്റോമിക് ക്ലോക്ക്. അപ്പോ 100ാമത്തെ വിക്ഷേപണം ഏതായിരുന്നു? NVS-02. ഇതൊരു ഗതിനിർണയ സംവിധാനമാണ്. വിക്ഷേപിച്ചത് GSLV F-15 ഉപയോഗിച്ചിട്ടാണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളത്.
ഇനി ഏറ്റവും കൂടുതൽ കടുവകളുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള രണ്ടാമത്തെ സംസ്ഥാനം ചോദിച്ചാൽ കർണാടക. അടുത്തിടെ UAE 2025 ഏത് ഇയർ ആയിട്ടാണ് പ്രഖ്യാപിച്ചത്? ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് പ്രഖ്യാപിച്ചത്. ഏത് രാജ്യമാണ്? UAE ആണ് 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചത് എന്ന് ഓർക്കുക. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിത ആരാണ്? സുനിത വില്യംസ് ആണ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയും ആര് തന്നെയാണ്? സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ്. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആദിവാസി ഫെസ്റ്റിവൽ ആയ നഗോബോ ജദാര നടന്നത് എവിടെ? തെലങ്കാനയിലാണ്. നഗോബോ ജദാര ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആദിവാസി ഫെസ്റ്റിവൽ ആണെന്ന് ഓർക്കുക. എവിടെയാണ് നടന്നത്? തെലങ്കാനയിലാണ് നടന്നത്. അടുത്തിടെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് നിയമിതയായത് ആര്? രേഖ ഗുപ്തയാണ്. രേഖ ഗുപ്ത. PSC 1 മാർക്ക് ചോദ്യം. അടുത്തിടെ ഡൽഹി മുഖ്യമന്ത്രിയായി നിയമിതയായത് രേഖ ഗുപ്ത. ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന 4ാമത്തെ വനിതയാണ് രേഖ ഗുപ്ത. അപ്പോ ബാക്കി 3 പേർ ആരൊക്കെയാണ്? സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി എന്നിവരാണ് ബാക്കി 3 പേർ. 4ാമത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ്. പർവേഷ് വർമ്മയാണ് ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി. അപ്പൊ ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പർവേഷ് വർമ്മ. പർവേഷ് വർമ്മ. തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം 5ാം സ്ഥാനമാണ്. തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ്. ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, 26ാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പൊ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ആര്? ഗ്യാനേഷ് കുമാർ. അടുത്ത പരീക്ഷകളിലെ 1 മാർക്ക് ചോദ്യമാണ് ഗ്യാനേഷ് കുമാർ. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും ഫാക്ട്സ് ക്ലിയർ അല്ലേ? എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകണം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളാം. ആപ്പില് കോഴ്സിൽ ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളാം. എല്ലാം പ്രധാനപ്പെട്ട ക്ലാസ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ഫോക്കസ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ ആപ്പിൽ. അപ്പൊ ജോയിൻ ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് 2025 എന്ന ഫോൾഡർ ചെക്ക് ചെയ്തോളാം. ഇടുന്ന ക്ലാസ് എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.